ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ദാറും ദസാൽബ് ദസ്വേഗൻ എന്ന് പറയുന്ന കണക്റ്റേഴ്സാണ്. ഈ ദാറും ദസാൽബ് ദസ്വേഗൻ എന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് ആണ് ഇതിനെല്ലാം വരുന്നത്. ദെയർ ഫോർ അല്ലെങ്കിൽ ദാറ്റ്സ് വൈ, ബിക്കോസ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഫോർ ദാറ്റ് റീസൺ എന്നൊക്കെയുള്ള മീനിങ്സ് ആണ് ഇതിന് വരിക. അപ്പം ദാറും ദസാൽബ് ദസ്വേഗൻ എന്ന കണക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരും. അതായത് സാറ്റ്സ്ബർഗ് നോക്കിയോ, ആദ്യം ഹൗപ്റ്റ്സാറ്റ്സ് എഴുതുക, കോമ ഇടുക, പിന്നെ ദാറും ഓർഡർ ദസ്വേഗൻ ഓർഡർ ദസാൽബ് ഇതിൽ ഏതാണോ അത് എഴുതുക, പ്ലസ് വെർബ് എഴുതുക സെക്കൻഡ് പൊസിഷനിൽ, ദെൻ സബ്ജക്റ്റ് ബാക്കിയുള്ളത് അതിന് ശേഷം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം, അന്നേരം കൂടുതൽ ക്ലിയർ ആവും. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ എം ടയേർഡ് therefore ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. അല്ലേ, ഞാൻ ടയേർഡാണ് അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല. അപ്പം നമുക്ക് ദാറും അല്ലെങ്കിൽ ദസ്വേഗൻ ദസാൽബ് ഉപയോഗിക്കാം. Ich bin müde deshalb gehe ich nicht zur Party. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദസാൽബ് എന്ന് പറയുന്ന കണക്ടർ നമ്മളിവിടെ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വെർബ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പം deshalb gehe ich. ഓക്കെ, അടുത്ത it is raining outside. For that reason we are staying at home. അല്ലെങ്കിൽ therefore we are staying at home എന്നൊക്കെ പറയുകയാണെങ്കിൽ es regnet draußen. draußen എന്ന് പറഞ്ഞാൽ outside. darum bleiben wir zu Hause. ഓക്കെ, to home എന്ന് പറയുമ്പോൾ nach Hause, at home എന്ന് പറയുമ്പോൾ zu Hause, home എന്ന് പറയുമ്പോൾ das Zuhause എന്ന് വരും കേട്ടോ. അപ്പോൾ I would like to go to Germany. That's why I'm learning German. Okay, ich möchte nach Deutschland gehen. Deshalb lerne ich Deutsch. അടുത്ത he is playing the football, therefore I have to wait for him. Spielt den Fußball, deshalb I have to wait. നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയാം. deshalb muss ich für ihn warten. ഓക്കെ അല്ല, warten. ഓക്കെ, അപ്പം spielt draußen, deshalb അല്ലെങ്കിൽ deswegen അല്ലെങ്കിൽ darum muss ich für ihn warten. അടുത്ത you are having an exam tomorrow, therefore you are supposed to study now. അത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്ന് പോസ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ du hast morgen eine Prüfung, darum sollst du jetzt studieren. Okay, അടുത്ത she has a competition, therefore she is practicing daily. ഓക്കെ, അവൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ട് അവൾ എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു. ട്രൈ ഇറ്റ് അഗെയിൻ. ഓക്കെ, ട്രൈ ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ദാറും ദസാൽബ് ദസ്വേഗൻ ഇതിൽ ഏത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല കേട്ടോ. പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, sie hat einen Wettbewerb, deshalb trainiert sie täglich. Okay, ഓക്കെ ഓക്കെ ട്രെയിനിയർ എന്ന് പറയുന്നതാണ് യൂബൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു കോൺജുഗേഷൻ എഴുതിയെന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. therefore that's why in order to that എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദാറും അല്ലെങ്കിൽ ദസാൽബ് ദസ്വേഗൻ എന്നുള്ളത്. ഓക്കെ.